ഒരു ചോദ്യം കൂടി, അങ്ങ് ഒരിക്കൽ ഈ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചാണെങ്കിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അത് സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതൊക്കെ കേട്ടപ്പോൾ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്താണ് മനസ്സിൽ തോന്നിയത്? തീർച്ചയായിട്ടും വലിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവരത് വളരെ കൃത്യമായി ചെയ്യും എന്ന ധാരണയിലാണ് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷയോ എന്താണെന്നറിയില്ല, അതിൻ്റെ വിഷമതകൾ അദ്ദേഹം അനുഭവിക്കും. അത് ആരായാലും, അത് ഞാനായാലും നിങ്ങളായാലും ഓരോരുത്തർക്കും കിട്ടുന്നൊരു ഓരോ സ്ഥാനങ്ങളുണ്ട്, അത് വളരെ കൃത്യമായി ഉപയോഗിക്കുക. അതുകൊണ്ട് അതൊരു, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പേരിൽ ഒരിക്കലും മൊത്തം സർക്കാരിനൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല. കുറച്ച് വ്യക്തികൾ ചെയ്ത വളരെ മോശമായ പ്രവൃത്തിയാണ് ഈ അയ്യപ്പ ക്ഷേത്രം, ശബരിമല അടക്കം കളങ്കിതമായത്. തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് വരട്ടെ. ഉപ്പ് തിന്നാർ വെള്ളം കുടിക്കട്ടെ, അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മൾ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ അത് എപ്പോഴെങ്കിലും കിട്ടും.